വണ്ടിപ്പെരിയാർ കേസ് പ്രതിയെ വെറുതെ വിട്ടതിനെതിരെ കോൺഗ്രസ് പ്രതിഷേധ ജ്വാല. മൂവാറ്റുപുഴ ടൗൺ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് പ്രതിഷേധ ജ്വാല സംഘടിപ്പിച്ചത്. കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് സാബു ജോൺ പ്രതിഷേധ ജ്വാല ഉദ്ഘാടനം ചെയ്തു. വണ്ടിപ്പെരിയാറിലെ 6 വയസ്സുകാരി പെൺകുട്ടിയെ ലൈംഗികമായി പീഡിപ്പിക്കുകയും തുടർന്ന് കെട്ടിത്തൂക്കുകയും ചെയ്ത CPM പ്രവർത്തകനായ പ്രതിയെ വെറുതെ വിട്ടതിൽ പ്രതിഷേധിച്ചുകൊണ്ട് മൂവാറ്റുപുഴ ടൗൺ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ ജ്വാല സംഘടിപ്പിച്ചു. കേസിന്റെ അന്വേഷണം പോലീസ് വേണ്ട വിധത്തിൽ നടത്തിയില്ലെന്നും തെളിവിന്റെ അഭാവത്തിലാണ് പ്രതിയെ വെറുതെ വിടുന്നതെന്നും കോടതി ചൂണ്ടിക്കാട്ടിയിരുന്നു. ദൃക്സാക്ഷികളില്ലാത്ത കേസിൽ സാഹചര്യ ശാസ്ത്രീയ തെളിവുകളാണ് കോടതി പ്രധാനമായും പരിഗണിക്കുക എന്നിരിക്കെ ഡിവൈഎഫ്ഐ നേതാവായ പ്രതിയെ സഹായിക്കുന്ന നിലപാടാണ് അന്വേഷണ ഘട്ടത്തിൽ പോലീസ് സ്വീകരിച്ചതെന്ന് ആരോപിച്ചായിരുന്നു കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റിയുടെ പ്രതിഷേധം. മൂവാറ്റുപുഴ നഗരസഭാ ഓഫീസിന് സമീപത്തുള്ള ഗാന്ധി പ്രതിമയ്ക്ക് മുന്നിലായിരുന്നു പ്രതിഷേധം സംഘടിപ്പിച്ചത്. കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് സാബു ജോൺ പ്രതിഷേധ ജ്വാല ഉദ്ഘാടനം ചെയ്തു. ഈ പ്രതിയെ രക്ഷപ്പെടുത്തണമെന്നുള്ള കാലേക്കൂട്ടിയായ തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ അവിടെ വ്യക്തമായ രീതിയിൽ അന്വേഷണം നടത്തി. ആ അന്വേഷണത്തിന്റെ അടിസ്ഥാനത്തിൽ അവിടെ ഈ പ്രതിയെ പിടിച്ചു. ആ പ്രതിയെ മൊഴിയെടുക്കുന്നതിന് വേണ്ടി, തെളിവെടുപ്പിന് വേണ്ടി ആ കുട്ടിയുടെ വീട്ടിൽ കൊണ്ടുവന്നു. ബന്ധുക്കളും അതുപോലെ അയൽവക്കക്കാരും എല്ലാം നിൽക്കെ അവനെ ചോദ്യം ചെയ്തപ്പോൾ ഞാനാണ് ആ കുട്ടിയെ പീഡിപ്പിച്ചതെന്ന് പരസ്യമായി ആ പ്രതി സമ്മതിക്കുകയാണ്. കേസന്വേഷണം വളരെ അട്ടിമറിക്കപ്പെട്ട് പ്രതിയെ അറസ്റ്റ് ചെയ്തെങ്കിലും ജയിലിലേക്ക് വിട്ടു. ആ കേസിന്റെ വിധി പ്രസ്താവന നമ്മളെല്ലാവരും കാത്തിരുന്നത് തൂക്കുകയറാണ് ആ പ്രതിക്ക്. പക്ഷേ കോടതി അവനെ വെറുതെ വിടുകയാണ് ഉണ്ടായത്. ഇതെന്താണ് ഈ കോടതി വെറുതെ വിടാനുള്ള കാരണം? അത് പോലീസിന്റെ അനാസ്ഥ മൂലമാണ്, പ്രോസിക്യൂട്ടറുടെ അനാസ്ഥയാണെന്ന് കോടതി വാക്കാൽ നിരീക്ഷിക്കുകയാണ്. അപ്പൊ ആരാണ് പ്രതി? അത് ഗവൺമെന്റാണ്, ഈ സർക്കാരാണ്. ഈ സർക്കാരിന്റെ നയം എന്താണ്? ഈ സർക്കാർ ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഇവിടെ ആദ്യത്തെ സംഭവമാണോ വണ്ടിപ്പെരിയാർ കേസ്? വാളയാറിൽ 2 പെറ്റിക്കോട്ടുകൾ നമ്മൾ കണ്ടു. 13, 9 വയസ്സായ 2 പിഞ്ച് പൈതലുകൾ. പക്ഷേ അതും CPMന്റെ പ്രവർത്തകരാണ്, ഡിവൈഎഫ്ഐയുടെ പ്രവർത്തകരാണ് പ്രതികൾ. ഇവിടെ എന്താണ്? ഇവിടെ ഇതിന്റെ മെസ്സേജ് എന്താണ്? CPMന്റെ പ്രവർത്തകർ, ഇടതുപക്ഷത്തിന്റെ പ്രവർത്തകരാണ് പ്രതിയെങ്കിൽ ഇവിടെ എന്ത് തോന്നിവാസവും കാണിക്കാം, ഇവിടെ എന്ത് അരാജകത്വം സൃഷ്ടിക്കാം. ഇവിടെ പാവപ്പെട്ട പെൺകുട്ടികൾക്കും അല്ലെങ്കിൽ സ്ത്രീകൾക്കും ജീവിക്കാൻ അവകാശമില്ലാത്ത രീതിയിലേക്ക് കാര്യങ്ങൾ മുന്നോട്ട് പോവുകയാണ്. മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് KA അബ്ദുൽ സലാം അധ്യക്ഷത വഹിച്ചു. വ്യക്തമായി തെളിവുകൾ ഉണ്ടായിട്ടും അത് അന്വേഷിച്ച വ്യക്തിയുടെ പേരിൽ കുറ്റം ആരോപിക്കപ്പെടാതിരിക്കാൻ വേണ്ടി പരിധികൾ ഉണ്ടായിക്കൊടുത്ത് ആ വ്യക്തിയെ വെറുതെ വിടുന്ന ഒരു സാഹചര്യം ഇവിടെ ഉണ്ടാക്കിയിരിക്കുകയാണ്. ഈ സന്ദർഭത്തിലാണ് കേരളത്തിലെ മുഴുവൻ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിലും ഇതുപോലൊരു സായാഹ്ന ധർണകൾ സംഘടിപ്പിച്ചിരിക്കുന്നത്. UDF ചെയർമാൻ KM സലീം മുഖ്യപ്രഭാഷണം നടത്തി. PM ഏലിയാസ്, കബീർ പുക്കടശ്ശേരി, PP അലി, സലീം പാലം, ജോയ്സ് മേരി ആന്റണി, ഷാജി പാറപ്പുറം, ഷബീബ് എവറസ്റ്റ്, ജോർജ് തോട്ടം, സജി മത്തായി, EP ജയൻ, ഡേവിഡ് ചെറിയാൻ, ജെയ്സൺ തോട്ടം, ജയകൃഷ്ണൻ, ജോളി മണ്ണൂർ, ബിന്ദു ജയൻ, അസംബികം, സാജു കടാതി തുടങ്ങിയവർ പ്രസംഗിച്ചു. ന്യൂസ് ഡെസ്ക്, മൂവാറ്റുപുഴ TV.